അല്ല കുഞ്ഞോളെ, ഇജിപ്പോ വന്നിട്ട് മാസം ഇപ്പൊ രണ്ടാകാനായില്ലേ? ഇജ് ഞാൻ പറയണ വല്ലതും കേൾക്കണുണ്ടോ? ഇതിന് മാത്രം ഇപ്പൊ എന്തേ ഓനും അവന്റെ ഉമ്മ എന്നോട് കാട്ടിയത്? ഓ, തുടങ്ങി ഇമ്മരാതെ തന്നെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞാനേ 10-18 വയസ്സ് ഇവിടെ തന്നെയല്ലേ നിന്നത്. അതേപോലെ കരുതിയ മതി. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ കരുതിക്കുന്നത്. അവിടെ ചെന്നാലേ പനി എന്നെ ഉള്ളു 24 മണിക്കൂർ പനി എന്നെ പണി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ തന്നെയല്ലേ കുഞ്ഞോളെ ജീവിതം എന്ന് പറയണത്. അനക്കെന്നെ കെട്ടിയോനെ വേണ്ടേ? കുട്ടികളെയും മക്കളെയും വേണ്ടേ? നിങ്ങൾക്കിപ്പോ എന്തമ്മ വേണ്ടത്? ഞാൻ ഇവിടുന്ന് പോണം. എന്നാലേ ഞാൻ തൽക്കാലം ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല. എന്നാ പോരെ? ഇക്ക എന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ആവശ്യത്തിന് പൈസയും തരുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. അന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് തോന്നണില്ല. ഇമ്മ നോക്കണേ, ഇക്കാന്റെ അമ്മയാണ് ഈ പോണം നിർത്തേ. ഇന്ന് ചോദിച്ചാലേ ഞാൻ കുളിമുറിയിലാണെന്ന് പറഞ്ഞല്ലേ. ഇന്നോട് ചെല്ലാം പറയാനുള്ള ഓരോ അടവായിട്ട് വിളിക്കാണ്. എന്താ കുളിമുറിയിലാ പറഞ്ഞത്? ഇജ്ജ അതൊന്നും എടുത്താണ്ടൊന്ന് 2 വർത്താനം അതിനോട് പറഞ്ഞോക്കാടി. അതിനൊന്നുമില്ലെങ്കിൽ ഒരു സന്തോഷാവൂലേ? പോണില്ലെങ്കിൽ പോണ്ട. ഇന്നിപ്പോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ചെല്ലാൻ പറയാൻ തന്നെയാകും. എന്നിട്ട് വേണം എന്നെ കൊണ്ടുപോയി ഇങ്ങോട്ട് പണിപ്പിച്ച് കൊല്ലാന്. നിന്നെ കൊണ്ടൊന്നും പറ്റൂല. ഇക്ക വേണമെങ്കിൽ ഇവിടെ വന്ന് നിന്നോട്ടെ. ഇടിക്കത് പെണ്ണിന്റെ ഒരു കാര്യം. ഹലോ. ആ, നല്ല വർത്താനം. ആ, ഓളുണ്ട് ഇവിടെ. ഓളെ ഇപ്പടെ കുളിച്ചാൻ കേറിയിട്ടുള്ളൂ. ആ, കൊഴപ്പൊന്നുമില്ല. ആ, ആയിക്കോട്ടെ. ഓളെ കുളിച്ചിറങ്ങിയിട്ടാണ് വിളിക്കാൻ പറയാ. ആ, ആയിക്കോട്ടെ. അതിന് കുഴപ്പമൊന്നുമില്ലേ. ഒരു തിരക്കുമില്ല. ആയിക്കോട്ടെ, സുഖം. ആയിക്കോട്ടെ. ഓള് കുളിച്ചിറങ്ങട്ടെ കേട്ടോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി എന്നാല്. ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല. എന്തിനാ വെറുതെ പറയണത്? നല്ല ജീവിതം ഉണ്ടായിട്ട് എന്താ കാര്യം? അത് നല്ലവർക്ക് കൊണ്ടിറക്കാൻ കഴിയുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ ജീവിതം ഇല്ലാഞ്ഞിട്ട്, ഇതുള്ളത് വേണ്ടാഞ്ഞിട്ട്. ഒക്കെ വിധിയാണ്. അത് പറഞ്ഞാ മതി. ഹലോ. അങ്ങോട്ട് പോരി. എത്ര ദിവസമായിക്കൊന്ന് വന്നിട്ട്? ഒരാഴ്ചയാകാനായില്ലേ? ഞാൻ കാത്തുക്കും. നിങ്ങൾക്കത് പറയാ. അതൊന്നും പറഞ്ഞാ പറ്റൂല.
ആ എന്തായാലും വരണം. ആയിക്കോട്ടെ. എന്താടി വന്ന് വന്ന് ഓനും മടുപ്പായോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയണത്? മടുപ്പോ? പിന്നെ എത്ര എന്റെ ഒക്കെ സ്നേഹിക്കണ്ടെന്ന് അറിയും നിങ്ങക്ക്? അറിയും. അതല്ലേ ഇവിടെ 2 മാസമായിട്ട് ഇവിടെ വന്ന് നിക്കണത്. എടി നിങ്ങളെ മനസ്സാണ്. പെണ്ണ് കെട്ടിയിട്ടേ പെണ്ണ് അടുത്തില്ലാതെയാണ് ഓനാ നിക്കണത്. അനക്കറിയോ, 1 2 ദിവസം 1 2 ആഴ്ചയല്ല 2 മാസാകാനായി ഇവിടെ വന്ന് നിക്കണേ. വല്ല വിചാരം ഉണ്ട് എനിക്ക്? ഇല്ല എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണത്? വെറുതെ അതൊന്നും പറഞ്ഞുണ്ടാക്കാൻ നിക്കണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ ആളൊന്നും അല്ലത്. ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതേൽക്കും തോന്നുന്നുണ്ട്. ഇജതും വിശ്വസിച്ച് അങ്ങനെ ഇരുന്നോ ട്ടാ. ഇജിപ്പ ഇവിടെ വന്ന് കൂടിയിട്ട് എത്രയായി? ദിവസങ്ങളാ? ആഴ്ച? മാസങ്ങളായില്ലേ? ഓനെ ആഴ്ചയിൽ 1 2 3 ദിവസം ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ഓൻ ആഴ്ചയിൽ 1 വട്ടം കൂടി ഇവിടെ വന്ന് പോകാൻ നേരല്ല. ഇനി പതുക്കെ പതുക്കെ അന്നങ്ങട് മറന്നും തുടങ്ങിക്കോളും. വിളിച്ചാർക്കണ്ട, അങ്ങനൊന്നും ഇല്ലാതെക്കാനാ ഞാൻ പറഞ്ഞു വരുന്നത്. അനക്ക് ഓന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഈ ഓന്റെ പേരയിലാണ് ജീവിക്കേണ്ടത്. ഈ മാക മനസ്സമാധാനം കളഞ്ഞു. വിളിച്ചോ എന്തെന്നെങ്കിലും വലിയ അർച്ചുണ്ട്. പറഞ്ഞ സത്യവോ? ഹലോ, ഇമ്മ. നല്ല വർത്താനം. ഇമ്മക്ക് സുഖല്ലേ? ഇക്കണ്ട അവിടെ? ഇക്കാക്കൊന്ന് ഫോൺ എടുക്കുവോ? ഫോണിലോ? ആരാ? ശരി.
താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. The number you have dialed is currently busy. Please try later. आपके द्वारा डायल ഉമ്മ ഞാൻ പോവാണ്. പോകെ എവിടക്ക്? ഇക്കാന്റെ വീട്ടിക്ക്. അല്ലാതെ എവിടക്കാ? എനിക്കിവിടെ വന്നിട്ടൊരു സമാധാനം കിട്ടണില്ല. ഞാൻ പോവാണ്. ഇമ്മ ആക്കി തരണോ കുഞ്ഞോളെ? വേണ്ട, ഞാൻ പോയിക്കോളാം. ആ ബാപ്പു, ഹലോ അമ്മ. കുട്ടിയുടെ പോന്നിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ അമ്മ. കുട്ടീന്റെ മനസ്സിനെ വല്ലാതെ ഇടങ്ങാറാക്കിയടാ. നിങ്ങൾ എത്തോടും വേദാരാകണമ്മ. ഓളെ ജീവിതം ഞാൻ സ്വർഗാക്കി തരാം. അത് പോരമ്മക്ക് മതി. അല്ലാതെ എൻ്റെ കുട്ടീന്റെ മനസ്സ് മാറൂലടാ. ഓളിവിടെ നിന്ന ഓളെങ്ങോട്ടും എത്തൂല ഓളെ ജീവിതം. അതുകൊണ്ടപ്പം അങ്ങനെ ഒരു കളി കളിച്ചത്. എൻ്റെ കുട്ടീനെ പൊന്നു പോലെ നോക്കുന്നറിയാം. ഒക്കെ ശരിയാകുമ്മ. എന്നാ ശരി.